നമുക്കൊരു ബേസ് ഉണ്ട്, അത് ഹിന്ദുത്വമാണ്. ഒരു അടിസ്ഥാന തത്വം നമ്മൾ ഹിന്ദുത്വ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ ജീവാത്മാവ്, നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ഘടകം ഹിന്ദുത്വമാണ്. ചിലപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ 100 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആശയത്തോട്, ബാലാസാഹിബ് താക്കറേജിയുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന, അഭിമാനം കൊള്ളുന്ന ആയിരങ്ങളുണ്ട്. അത് ഘടകകക്ഷികളെ എല്ലാവരും മാറ്റി നിർത്തി. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ഭാഗം. ഞങ്ങളുടെ പ്രവർത്തകർ കഥവടച്ച് വീട്ടിയിരിക്കേണ്ടി വന്നു. BDS-ന് സ്വാധീനമില്ല, ശക്തിയില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ BDS-ഉം 2020 ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഈ ഘടകകക്ഷികൾ മത്സരിച്ചിടത്തെല്ലാം വോട്ട് നേരെ താഴേക്ക് പോയി. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശിവസേന NDA സഖ്യവുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു, ഒരുപാട് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് പല ഇലക്ഷൻ വേദികളിൽ നിന്നും ശിവസേനയുടെ കൊടി തന്നെ അപ്രത്യക്ഷമായിരുന്നു. ശിവസേനയുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ NDA സഖ്യത്തിൽ അവിടെ BJP-യുടെ കൊടിയും അതോടൊപ്പം തന്നെ 2020-യുടെ കൊടിയും മാത്രമേ പലയിടങ്ങളിലും കാണാൻ സാധിച്ചുള്ളൂ. തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നില്ല, പലയിടത്തും കൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ദേശീയ തലത്തിൽ തന്നെ ശിവസേന ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് NDA-യുടെ. കേരളത്തിലും വർഷങ്ങളായിട്ട് ശിവസേന വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്താണ് ശിവസേനയ്ക്ക് ഇപ്രാവശ്യം വലിയൊരു അവഗണന നേരിട്ടതായി തോന്നി? അത് ഞങ്ങൾക്ക് മാത്രമാണ് തോന്നിയിട്ടുള്ളത്? അത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വക്താവും ഒക്കെ ആയിട്ടുള്ള ദേവൻജിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പ്രവർത്തകരുടെ മൊത്തത്തിലുള്ള ഒരു വികാരമാണ്. കേരളത്തിലെ ശിവസേന പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷങ്ങൾ പിന്നിടുകയാണ്. 98-ലാണ് NDA ദേശീയ തലത്തിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ തന്നെ ശ്രീ പ്രമോദ് മഹാജൻ്റെ ഒരു പാലമായിരുന്നു BJP-യിലേക്കുള്ള ഞങ്ങളെ അടുപ്പിക്കുന്ന ഘടകം. അടൽ ബിഹാരി വാജ്പേയിജി എന്ന നേതൃപരമായി പങ്കുവഹിക്കുന്ന കാലഘട്ടം, LK അദ്വാനി ഉരുക്കു മനുഷ്യനായി നിലകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകക്ഷി സംവിധാനം ഇന്ത്യയിൽ വേണം എന്ന ചിന്ത വന്നപ്പോൾ തന്നെ ആദ്യം അടൽജി വിളിച്ചത് ബാൽ താക്കറെ. ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാൽ താക്കറേജിയുടെ പിന്തുണ അനിവാര്യമാണ്, അഭിപ്രായം അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹമാണ് 100% ഒപ്പമുണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നേരിടാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലുള്ള പ്രാദേശിക കക്ഷികളുടെ എല്ലാം ചേർത്ത് വെച്ചൊരു കൂട്ടായ്മ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം താക്കറേജിയാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് ജയലളിത ഉൾപ്പെടെയുള്ള കക്ഷികൾ അതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു. അതുപോലെ അകാലിദൾ, പഞ്ചാബ് അകാലിദൾ, പിന്നീട് ചന്ദ്രബാബു നായിഡു. അതിൽ ആ ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച സോഷ്യലിസ്റ്റായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം ആയിരുന്നു NDA കൺവീനർ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ NDA ഉണ്ടായിരുന്ന പല കക്ഷികളും പിണങ്ങിപ്പോയി. ജയലളിത പിണങ്ങിപ്പോയി, ചന്ദ്രബാബു നായിഡു പിണങ്ങിപ്പോയി. അങ്ങനെ പല കക്ഷികളും DMK NDA ഉണ്ടായിരുന്ന ഘടകകക്ഷിയാണ് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ പിണങ്ങി മാറിപ്പോയപ്പോഴും ശിവസേന ഇക്കാലം ഉറച്ചു നിന്നു. ശിവസേന അതിശക്തമായ സ്വാധീനം മഹാരാഷ്ട്രയിലുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി 80-ൽ രൂപം കൊണ്ടെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് കേരളത്തിൽ ആ കാലഘട്ടത്തിലൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടാവും 84-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അന്ന് കേരളത്തിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. കേരളവർമ്മരാജ മത്സരിച്ചു തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. A. ചാൾസിനോട് ആയിരുന്നു അദ്ദേഹം, കോൺഗ്രസിലെ A. ചാൾസുമായിട്ടായിരുന്നു മത്സരം. 1,10,10,444 വോട്ട് അന്ന് പിടിച്ചു. 1984-ൽ. അപ്പോൾ അന്നത്തെ കാലഘട്ടം, ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ രൂപം കൊണ്ട് വന്നതായാലും അതിനു മുമ്പുള്ള ജനസംഘമായാലും നമുക്കൊരു ബേസ് ഉണ്ട്, അത് ഹിന്ദുത്വമാണ്. ഒരു അടിസ്ഥാന തത്വം നമ്മൾ ഹിന്ദുത്വ
ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ ജീവാത്മാവ്. നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ഘടകം ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വം മുറുകെ പിടിച്ചതുകൊണ്ടാണ് 84-ൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് നേടാൻ സാധിച്ചത്. പാർലമെന്റിലാണെന്ന് ഓർക്കണം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കാലങ്ങൾ മാറി ഇങ്ങോട്ട് വന്നു. പാർട്ടിയുടെ വളർച്ച, BJP വന്നു, ഹിന്ദുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. അതിനുശേഷം ചില തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദുമുന്നണി BJP സ്ഥാനാർത്ഥി എന്ന അലയൻസിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴും നല്ല ശതമാനം വോട്ടുകൾ പല തെരഞ്ഞെടുപ്പുകളിലും ഈ അലയൻസിന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മുന്നോട്ട് വന്നപ്പോൾ എങ്ങനെയും അധികാരത്തിലേറണം, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അധികാരം പിടിക്കണമെന്നൊരു ചിന്ത മൊത്തത്തിൽ വന്ന സമയത്ത് അതിനോട് ചേർന്ന് ശിവസേന നിന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത് ഇപ്പം നടന്ന ഈ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ അത് പൊക്കോട്ടെ, നമ്മൾ വിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഇവിടെ കണ്ടൊരു ചിത്രം ഹിന്ദുത്വ നിലപാടുകളിൽ നിന്ന് BJP വ്യതിചലിച്ചോ എന്നൊരു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രിസ്ത്യൻ പ്രീണന സമീപനം, അതിൻ്റെ ഭാഗമായിട്ടാണ് 2020 പാർട്ടിക്കൊക്കെ ഏകദേശം 19ഓളം സീറ്റുകൾ നൽകി. 2020 പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ 3-4 നിയോജക മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ്. തൃശ്ശൂർ, ഇപ്പോൾ ചാലക്കുടി പോലുള്ള സ്ഥലങ്ങളിലും അവർക്ക് അത്യാവശ്യം പ്രവർത്തകരുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ റാന്നി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇരിക്കൂറിലൊക്കെ, തിരുവമ്പാടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ 2020ക്ക് ഇങ്ങനെ സീറ്റ് കൊടുത്തത് ഒരു ക്രിസ്ത്യൻ പ്രീണന നയത്തിന്റെ ഭാഗമായിരുന്നു. അതെ, അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രചരണം നടത്തിയിട്ടുള്ളത് എക്കാലവും ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനം. ഇരു മുന്നണികളും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ വക്താക്കളാണ്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് കൊണ്ടാണ് അവരിവിടെ ഭരണം നടത്തുന്നതും ജയിക്കുന്നതും. അവരുടെ പ്രീണനത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും വശംവദരാണെന്നുള്ള പ്രചരണമാണ് നമ്മൾ നടത്തിയിരുന്നത്. ഇനി അത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ BJP കുറച്ചുകൂടെ ഒരു സെക്യുലർ ഇതിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? സെക്യുലറിസത്തിലേക്ക് വരട്ടെ. അല്ല, ഇപ്പം ക്രിസ്ത്യൻ വിഭാഗത്തെ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്ന അപകടമൊന്നുമില്ല. ഇല്ല, തെരഞ്ഞെടുപ്പ് തന്ത്രം അല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് എന്താ അപകടം? എന്താ ക്രിസ്ത്യൻസും മുസ്ലിമും എല്ലാം വരട്ടെ. ഇപ്പൊ ശിവസേനയിലെ ക്രിസ്ത്യാനി മുസ്ലിം വരട്ടെ. പക്ഷേ ഒരു പ്രത്യേക അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിന് വേണ്ടി എന്തും ആകാം എന്ന് വരുന്നു. നമ്മുടെ മൂല്യങ്ങളെ ചവിട്ടി മെതിച്ചോട്ടെ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ NDAക്ക് അപ്പുറം നമ്മൾ പറയുകയാണെങ്കിൽ BJP സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? BJP സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് NDA ദേശീയ നേതൃത്വം തന്നെ എടുത്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതിന് വ്യക്തമായ പ്ലാനും ഉണ്ട്. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത്. അത് വളരെ ഗൗരവതരമായ പ്ലാൻ തന്നെയാണ്. ഓക്കെ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP ആണ്. കൊടുങ്ങല്ലൂർ 2ാം സ്ഥാനത്ത് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന പാർട്ടി BJP ആണ്. ഈ 2 സ്ഥലത്തും മത്സരിച്ചിട്ടുള്ളത് BJP സ്ഥാനാർത്ഥിയല്ല, അവിടെ 2020യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ മത്സരിച്ചിരുന്ന 2020യുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൊരു കോമഡി കഥാപാത്രമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കൊടുങ്ങല്ലൂർ നടന്ന മത്സരം സീരിയസ് ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ് മത്സരിച്ചത്. വളരെ ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. പക്ഷേ ഈ 2 സ്ഥലങ്ങളിലും BJPക്കുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ലേ ഉണ്ടായത്? അതിനകത്തൊരു കുറച്ച് കാര്യങ്ങളിൽ യാതൊരു വസ്തുതയുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില വീഴ്ചകൾ വെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നീട് ഘടകകക്ഷികളുമായി ഉണ്ടായിരുന്ന താങ്കൾ ആദ്യം സൂചിപ്പിച്ച ചില നീക്കുപോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ചില വീഴ്ചകളുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു 1000-നടുത്ത് വോട്ടുള്ള അസംബ്ലി മണ്ഡലമാണ്. 1000-ൽ പരം വോട്ടുകൾ ഞങ്ങൾക്കുണ്ട് ഇവിടെ ആ മണ്ഡലത്തിൽ. ചിലപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ 100 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആശയത്തോട്, ബാലാ സാഹിബ് താക്കറേജിയുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന, അഭിമാനം കൊള്ളുന്ന ആയിരങ്ങളുണ്ട്. അതാണ് ഞങ്ങളുടെ വോട്ട്. 96-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, ബൈ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 996 വോട്ട് കിട്ടിയ മണ്ഡലമാണ്, അസംബ്ലി മണ്ഡലമാണത്. ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരു അന്തം വിട്ടുപോയി. അല്ല, ഞാൻ കാര്യപ്പെട്ടെ എറണാകുളം ജില്ലയിൽ ശിവസേന അത്യാവശ്യം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുറേയധികം പ്രവർത്തകരുള്ളതാണ്. പ്രത്യേകിച്ച് ദേവൻജിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ടാണ് ശിവസേന ഇവിടെ എറണാകുളം ജില്ലയിൽ പോലും അവഗണിക്കപ്പെട്ടത്? ശിവസേന തന്നല്ല, 10 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് NDA കേരളത്തിൽ. അതിനകത്ത് NPP ഉണ്ട്, കേരള സോഷ്യലിസ്റ്റ് കേരള, പിന്നെ കോൺഗ്രസ് ഉണ്ട്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ഉണ്ട്,
കാമരാജ് കോൺഗ്രസ് ഉണ്ട്, BDJS ഉണ്ട്, അങ്ങനെ വരുന്ന 10 പാർട്ടികളുണ്ട് പ്രധാനപ്പെട്ട. അല്ലാതെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പാർട്ടികൾ വേറെ കുറച്ച് പാർട്ടികളൂടെ എൻ്റെ കൂടെയുണ്ട്, ഘടകകക്ഷിയായിട്ട് എടുത്തിട്ടില്ലാത്ത പാർട്ടികളും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ സ്വന്തം ബൂത്തിൻ്റെ വോട്ട് ചെയ്യേണ്ട ബൂത്തിൻ്റെ നമ്പർ അറിയാത്തവരെ ഇവരെ സ്ഥാനാർത്ഥിയാക്കി, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായ ഒരു അജണ്ട എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളും കൺഫ്യൂഷനിലാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ തൃപ്പൂണിത്തുറയെക്കുറിച്ച് താങ്കൾ പരാമർശിച്ചു. തൃപ്പൂണിത്തുറ ജയിച്ചു വരേണ്ട മണ്ഡലമായിരുന്നു. പക്ഷേ അവിടെ ഘടകകക്ഷിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അല്ല, അതുകൊണ്ട് തന്നെ മറ്റേ എന്താ വെച്ചാൽ ദീപക് ജോയുടെ ഭൂരിപക്ഷം 30,000 മുകളിലേക്ക് പോയി. BJPക്കാരുടെ വോട്ട് ചെയ്തില്ല. ഇപ്പം ഇവിടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഈ ക്രിസ്ത്യൻ അരമനകളിൽ കയറി ഇറങ്ങിയപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെയും വർഷങ്ങളായി നമ്മുടെ കൂടെ വന്നവരും നമ്മുടെ വോട്ടർമാരെ വിട്ടിട്ട് അങ്ങോട്ട് പോയി. ഇതിപ്പോൾ AN രാധാകൃഷ്ണൻ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ സജീവമായിട്ട് രംഗത്ത് വയ്ക്കുന്ന ഒരാളാണ്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുത്തു എന്ന് വിളിക്കപ്പെടുന്ന CG രാജഗോപാൽ, ഇവരൊക്കെ എറണാകുളത്തെ BJP രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാന ആളുകളാണ്, മുഖം ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അല്ല, അതിൽ രാധാകൃഷ്ണൻ ചേട്ടന് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ കൊടുത്തിരുന്നു. അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകളും അതേപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അതാണ് അദ്ദേഹത്തിലേക്ക് ഒരു ചുമതല എന്ന പേരിൽ ഒരു ഉത്തരവാദിത്വം കൊടുത്ത് പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി. അങ്ങനെ അതല്ല, അത് BJPയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. BJPയുടെ ആഭ്യന്തര കാര്യത്തിലേക്ക് ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ പൊതുവായിട്ടുള്ള. അപ്പം ഇതിലാണ് പറ്റിയത്. ഇപ്പോൾ ഇവിടെ 19 സീറ്റിൽ 2020 നേരത്തെ പറഞ്ഞതുപോലെ പല സീറ്റുകളിലും 2020 യാതൊരു വിധമായ സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ 2020 സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു. ഈ പെരുമ്പാവൂർ ഉൾപ്പെടെ ഉള്ളിടത്ത് പോയിട്ട് നാണം കിടേണ്ട സാഹചര്യം ഉണ്ടായി. എന്തിനേറെ കുന്നത്ത് നാട്ടിലെ 2021 BJPയുടെ 2020 വോട്ടുകളെ താരതമ്യം ചെയ്യുമ്പോൾ 10,000-ത്തിനടുത്ത് വോട്ട് കുറവാണ്. മനസ്സിലായി. അന്നത്തെ വോട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള വോട്ടുകൾ. അപ്പോൾ അവിടെ 2020 BJPയുടെ NDAയുടെ ഭാഗമായതോടുകൂടി 2020 വിട്ടുപോയിട്ടുള്ള കുറേ പ്രവർത്തകരുണ്ട്. അതുണ്ട്, അതൊരു ഭാഗമുണ്ട്. പക്ഷേ BJPയുടെ പ്രവർത്തകർ പോലും സജീവമായിട്ട് ഇറങ്ങിയില്ല. അത് ഓരോ മണ്ഡലത്തും പ്രതി വിളിച്ചു. കളമശ്ശേരിയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അസ്വസ്ഥത ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ അത് ഘടകകക്ഷികളെ എല്ലാവരും മാറ്റി നിർത്തി. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ഭാഗം. ഞങ്ങളുടെ പ്രവർത്തകർ കഥവടച്ച് വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. വീടിൻ്റെ തൊട്ട് മുമ്പിലൂടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണം പോകുന്നു, നമ്മൾ അറിയുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നാണക്കേടല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, 2 കോർപ്പറേറ്റ് മുതലാളിമാർ തമ്മിൽ അവർ ലീഡ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയോ? 2 കോർപ്പറേറ്റ് മുതലാളിമാർ ആണോ നിയന്ത്രിച്ചത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ പല ഘടകങ്ങളും. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ മകൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, അപ്പോൾ അതിനെ നമുക്ക് മറ്റു തരത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു കൂട്ടുകക്ഷി സമ്പ്രദായത്തെ തിരഞ്ഞെടുപ്പിന് നേടുന്നു. 80-ലാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യം കൂട്ടുകക്ഷി അലയൻസ് വരുന്നത് കേരളത്തിലാണ്. കെ കരുണാകരനും ആർ ബാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ്, നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ ആദ്യത്തെ കൂട്ടുകക്ഷി മുന്നണി ഉണ്ടാകുന്ന കേരളത്തിലാണ്. അപ്പോൾ ഒരു കൂട്ടുകക്ഷി മുന്നണിയിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അത് ലംഘിക്കപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വ്യാപകമായിട്ടുള്ള ആക്ഷേപം. ഇപ്പോൾ BDJSന്റെ കണക്ക് വന്നിരിക്കുന്നത് വെച്ചാൽ 2 ബൂത്തിലൊഴിച്ച് വേറെ ഒരിടത്തും BDJSന്റെ സ്ഥാനാർത്ഥികൾക്ക് 200 വോട്ടുകൾക്ക് മുകളിൽ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പരിതാപകരമായ ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും 23 സീറ്റുകളാണ് BDJSന് കൊടുത്തത്. BDJSന് സ്വാധീനമില്ല, ശക്തിയില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ BDJSും 2020 ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഈ ഘടകകക്ഷികൾ മത്സരിച്ചിടത്തെല്ലാം വോട്ട് നേരെ താഴേക്ക് പോയി. നമ്മൾ മണ്ഡലങ്ങൾ പരിശോധിച്ചറിയാം. അവർ മത്സരിച്ച ഏകദേശം 19, 23, 42 മണ്ഡലങ്ങൾ ഈ 2 കക്ഷികളോട് മത്സരിച്ചു. 42 മണ്ഡലങ്ങളൊന്നും എടുത്തു നോക്കുക, കഴിഞ്ഞ 21ഉം 26ഉം തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വോട്ടിൻ്റെ വ്യത്യാസം വന്നത്. അപ്പോൾ അതാണ് അവിടെയാണ് ചില സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഈ സീറ്റ് വിഭജന കാര്യത്തിലും ഘടകകക്ഷികളുമായിട്ടുള്ള വിശ്വാസത്തിലെടുക്കുന്നതിലും ചില പാളിച്ചകൾ സംഭവിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രവർത്തകരുടെ ആശങ്ക നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്കറിയാം, ഈ കൂട്ടുകക്ഷി സമ്പ്രദായത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ CPM മത്സരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അണികളുടെ എണ്ണം നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ്? അല്ലല്ല, ഒരിക്കലല്ല.
AK ശശീന്ദ്രൻ മത്സരിച്ച് വിജയിച്ചു വരുന്നു. അവരെ കുറച്ച് കാണുന്നതല്ല, ഒരു പാർട്ടി ചെറുതാണെന്നും പറയുന്നതല്ല. പക്ഷേ ആ മണ്ഡലത്തിലെ അണികളുടെ എണ്ണം നോക്കിയിട്ടൊന്നുമല്ല. അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, ഒരു കൂട്ടുകക്ഷി എന്ന രീതിയിൽ നമ്മൾ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദ. അതിവിടെ ലംഘിക്കപ്പെട്ടു എന്ന് പ്രവർത്തകരുടെ ഇടയിൽ വലിയ വികാരമുണ്ട്. വരും ദിവസങ്ങളിൽ ശിവസേനയുടെ ഒരു തീരുമാനം എന്തായിരിക്കും? ഈ NDA സഖ്യവുമായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം വല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യതയില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ല, BJP സംവിധാനത്തിനൊപ്പം ചേർന്നേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ചില തിരുത്തലുകൾ NDA കേരളത്തിൽ വരുത്തണം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു അസ്വസ്ഥതയുള്ളത്, ഈ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുത്തലുകൾ വരുത്തണം എന്നുള്ള ഡിമാൻഡാണ് നമുക്കുള്ളത്. തുടർന്നായാലും അങ്ങനെ നമുക്കിപ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു, മഹാരാഷ്ട്ര ഞങ്ങൾ ഒരുമിച്ച് ഭരിക്കുന്നു, കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് മന്ത്രിയുണ്ട്, പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പല സ്റ്റേറ്റുകളിലും പാർട്ടി ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർട്ടി പുതിയ നേതൃത്വം ഉദ്ധവ് താക്കറെ കുടുംബത്തിൽ നിന്ന് പാർട്ടി പറിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ വലിയ മുന്നേറ്റമാണ് എല്ലാ സംസ്ഥാനങ്ങളും പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും NDAയോടൊപ്പം നിന്ന് മാത്രമേ നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ സാധിക്കുള്ളൂ. മറിച്ച് ചിന്തിക്കാനും പറ്റില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ 5 വോട്ടിനും പ്രാധാന്യം കൊടുക്കണം, 1 വോട്ടിനും പ്രാധാന്യം കൊടുക്കണം. എത്രയോ കക്ഷികളാണ് ഇപ്പം കൂടെ ചേർന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. ആ ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ കാലങ്ങളായി ഒപ്പം നിന്നവരെ മാറ്റി നിർത്തുന്ന ഒരു രീതി. 140 അസംബ്ലി മണ്ഡലങ്ങളിൽ സമ്മേളനങ്ങൾ നടന്നു. ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോലും ഒരു ഘടകകക്ഷി നേതാവിന് ഒരു വേദി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ആർക്കും കിട്ടിയില്ല. ഈ 2 ഘടകകക്ഷികൾ ഒഴികെ ഒരാൾക്ക് പോലും ഒരു വേദി കിട്ടിയില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അപ്രസക്തമായി പോവാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിനെ സംബന്ധിച്ചാണ് വ്യാപകമായിട്ട് നമുക്കതിനകത്ത് പ്രതിഷേധമുണ്ട്. അതെന്തായാലും അത് NDA നേതൃത്വത്തെ അടുത്ത യോഗത്തിൽ അത് അറിയിക്കാം. അതിന് നമ്മുടെ വികാരം പങ്കുവയ്ക്കാവുന്ന സംസ്ഥാന അധ്യക്ഷൻ എറണാകുളത്ത് നടന്ന 9-ാം തീയതി നടന്ന യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഏതെങ്കിലും ദേവൻജി വേറെ ഞങ്ങളുടെ സമയം ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചത് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.